ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താകും, നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ പ്ലാൻസ് ആണ് ഇട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത്? വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ്? വാട്ട് ഈസ് നെക്സ്റ്റ്? വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ്? ഓക്കെ ഓക്കെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് സെപ്പറേഷനിലാണ്. അതുപോലെ തന്നെ രണ്ട് പേർക്കും ഒരേപോലുള്ള ഫീലിങ്സ് ആണ് എക്സ്പീരിയൻസ് ആവുന്നതെന്ന് കാണുന്നുണ്ട്. അതായത് രണ്ട് പേരുടെയും ലൈഫിൽ തന്നെ ഡാമേജ് സംഭവിച്ച പോലെ രണ്ട് പേരും ഒരുപാട് ഹേർട്ട് ആവുന്നുണ്ട്, ഒരുപാട് വിഷമിക്കുന്നുണ്ട്, മാനസികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുന്നുണ്ട്. പരസ്പരം ഉള്ള ഈഗോ കാരണം ഓരോ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ആ ഒരു കോംപ്രമൈസിലൂടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. ആൻഡ് യെസ്, ഈ വ്യക്തി എന്തോ ഒരു തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുള്ളതിൻ്റെ പേരിൽ ഒരുപാട് റിഗ്രറ്റ് ആവുന്നുണ്ട്. ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. സെപ്പറേഷൻ ടൈമിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിയിൽ സംഭവിച്ചിരിക്കുന്നത്. അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഹൈഡ് ചെയ്തിട്ടുണ്ട്, പല അസത്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് അവർ ഇതുവരെയും തന്നിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കാനായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനായിട്ടും ഒക്കെ ഈ വ്യക്തി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം സംഭവിക്കും. ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഈ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒന്നിച്ച് ചേരുന്നതിൻ്റെ സാധ്യതകളാണ് എല്ലാം കാണുന്നത്. ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. ഓക്കെ, ഫ്യൂച്ചർ കാർഡ് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആ വ്യക്തി തീരുമാനിക്കുന്നുണ്ട്. നിങ്ങളെ ലൈഫ് പാർട്ണറായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി. ആൻഡ് എല്ലാം അവസാനിച്ചു എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ രണ്ട് പേര് നിൽക്കുന്നതെങ്കിലും ഈ വ്യക്തിക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്, എക്സ്പെക്റ്റേഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്. ആൻഡ് പല കാര്യങ്ങളും പല സിറ്റുവേഷൻസിലും അവർ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതായിട്ട് അവരുടെ ലൈഫിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തി ഒരുപാട് തവണ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഈ വ്യക്തി നിങ്ങളെ അവഗണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ആ കോൾ കട്ട് ചെയ്യുകയോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായത് നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടാനിടയായി. ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് പെരുമാറുന്നത് എന്ന് പോലും ചിന്തിക്കാനിടയായിട്ടുണ്ട്. ഇതെല്ലാം ഈ വ്യക്തിയിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. കാരണം ആ വ്യക്തിയിൽ ഉണ്ടായ ആ ഒരു പെരുമാറ്റം നിങ്ങളെ അവരെ വിട്ടു പോകാനിടയാക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു കാരണമാകുമോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിലൊരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഫിക്സ് ആക്കണം. എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. പലതും പിന്നെ ആകട്ടെ എന്ന് കരുതി മാറ്റി വെച്ചതാണ്. അവരുടെ പ്രണയം തന്നെ അവർ പൂർണ്ണമായിട്ട് ഇതുവരെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നെല്ലാം ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ. അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ അതെല്ലാം കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യത്തിനിടയാക്കും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ വഴികളിൽ ഒരുപാട് തടസ്സങ്ങളാണ് കാണുന്നത്. ഇനി മുന്നോട്ട് എന്താണ് എന്ന് അവർക്കൊരു നിശ്ചയവുമില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. സോ ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പാഷൻ അവർക്ക് മറ്റൊന്നിനോടും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. സോ അതെല്ലാം അവർ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഫ്യൂച്ചറിൽ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ ഷാറ്റേഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ അവരാകെ
തകർന്നു പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ലൈഫിൽ തന്നെ ഓൾറെഡി ഉണ്ട്. ചിലപ്പോൾ ഫാമിലിയിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പാരൻസിനോടോ അല്ലെങ്കിൽ ചില വ്യക്തികളോടോ ഒക്കെയുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം. എന്തു തന്നെ ആയിരുന്നാലും ആ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങളിൽ അവർ ബിസി ആയിപ്പോയി. ആ ഒരു സമയത്തുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് നിങ്ങളെ അവഗണിക്കേണ്ടി വന്നത് എന്നവർ പറയുന്നുണ്ട്. സോ ഇനി ഒരിക്കലും അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല എന്നവർ ചിന്തിക്കുകയാണ്. അവർക്ക് കിട്ടിയ അവസരങ്ങൾ അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയിലുണ്ട്. ഇത് ഒരുപാട് മാറ്റങ്ങൾക്ക് ഇടയാക്കുമെന്ന് തന്നെ മനസ്സിലാക്കാം. നിങ്ങളെ വിട്ടിനി മറ്റൊന്നിലേക്കും അവർ പോവില്ല, മറ്റൊന്നിനെയും അവർ ചേസ് ചെയ്ത് പോവില്ല എന്നുള്ളത് അവർ നിങ്ങൾക്ക് ഒരു പ്രോമിസ് തരാണ് ഈ ഒരു മൊമെൻറ്റിൽ. ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് ആ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ഫ്യൂച്ചറിൽ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ മാറണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഐ ഫീൽ ലൈക്ക് യു ഡിഡ്ന്റ് കെയർ. ഓക്കെ, നിങ്ങളൊരിക്കലും അവരുടെ ഭാഗത്തൊന്നും ചിന്തിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി ആ വ്യക്തി പറയുന്നുണ്ട്. അവർ നിങ്ങൾ ഒരു കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു മൾട്ടി ടാസ്ക് പോലെ പല കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരിക്കലും പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നവർ പറയാണ്. ആൻഡ് ഐ ആം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള സമയം അതിക്രമിച്ചു എന്ന് പോലും അവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരെ ഒരിക്കലും ഉപേക്ഷിച്ച് പോകരുത് എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനും നിങ്ങളോടൊരു ഒരു റിയൂണിയന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കാനും ഒക്കെ ഇടയാക്കും. അവരായിട്ട് തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. കാര്യങ്ങളൊക്കെ ഒരുപാട് ഹാർഡായിട്ടിരുന്ന ഒരു സമയത്ത്, നിങ്ങൾക്കൊരു ആളുടെ ഹെൽപ്പ് ആവശ്യമായിരുന്ന സമയത്താണ് ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയത്. അതൊരു എസ്കേപ്പിസം ആയിരുന്നു എന്നൊക്കെ അവർക്ക് തന്നെ ഇപ്പോൾ ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു റിഗ്രറ്റ് ഫീലാണ് കൂടുതലായിട്ട് നമുക്കിവിടെ കാണുന്നത്. സോ ആ ഒരു റിഗ്രറ്റിനുള്ളിൽ നിന്ന് അവർ ഒരുപാട് കാര്യങ്ങളിൽ ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കരുതായിരുന്നു, ഒരിക്കലും ഇങ്ങനെയൊന്നും ലൈഫിൽ ഇനി ഫ്യൂച്ചറിൽ സംഭവിക്കില്ല എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. സോ നിങ്ങൾ ആ ഒരു കാര്യത്തിനായിട്ട് റെഡി ആയിട്ടിരിക്കുക. ആ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു അവസരം കൊടുക്കുക, അവരെ കേൾക്കാനായിട്ടൊരു സമയം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസൊനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.